ലേവ്യ പുസ്തകം 15 അധ്യായം. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ആർക്കെങ്കിലും തൻ്റെ അംഗത്തിൽ ശുക്ലസ്രവം ഉണ്ടായാൽ അവൻ സ്രവത്താൽ അശുദ്ധനാകുന്നു. അവൻ്റെ സ്രവത്താലുള്ള അശുദ്ധിയാവിത്. അവൻ്റെ അംഗം സ്രവിച്ചുകൊണ്ടിരുന്നാലും അവൻ്റെ അംഗം സ്രവിക്കാതെ അടഞ്ഞിരുന്നാലും അത് അശുദ്ധി തന്നെ. സ്രവക്കാരൻ കിടക്കുന്ന കിടക്കയൊക്കെയും അശുദ്ധം. അവൻ ഇരിക്കുന്ന സാധനമൊക്കെയും അശുദ്ധം. അവന്റെ കിടക്ക തൊടുന്ന മനുഷ്യൻ വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധൻ ആയിരിക്കുകയും വേണം. സ്രവക്കാരൻ ഇരുന്ന സാധനത്തിന്മേൽ ഇരിക്കുന്നവൻ വസ്ത്രം അലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. സ്രവക്കാരന്റെ ദേഹം തൊടുന്നവൻ വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. സ്രവക്കാരൻ ശുദ്ധിയുള്ളവന്റെ മേൽ തുപ്പിയാൽ അവൻ വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. സ്രവക്കാരൻ കയറിപ്പോകുന്ന ഏത് വാഹനവും അശുദ്ധമാകും. അവന്റെ കീഴെ ഇരുന്ന ഏതിനെയും തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവയെ വഹിക്കുന്നവൻ വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. സ്രവക്കാരൻ വെള്ളം കൊണ്ട് കൈ കഴുകാതെ ആരെയെങ്കിലും തൊട്ടാൽ അവൻ വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. സ്രവക്കാരൻ തൊട്ട മൺപാത്രം ഉടച്ചു കളയണം. മരപാത്രമെല്ലാം വെള്ളം കൊണ്ട് കഴുകണം. സ്രവക്കാരൻ സ്രവം മാറി ശുദ്ധിയുള്ളവനാകുമ്പോൾ ശുദ്ധീകരണത്തിനായി 7 ദിവസം എണ്ണയിട്ട് വസ്ത്രം അലക്കി ദേഹം ഒഴുക്കുവെള്ളത്തിൽ കഴുകണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ 2 കുറുപ്രാവിനെയോ 2 പ്രാവൻ കുഞ്ഞിനെയോ എടുത്ത് സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ യഹോവയുടെ സന്നിധിയിൽ വന്ന് അവയെ പുരോഹിതന്റെ പക്കൽ കൊടുക്കണം. പുരോഹിതൻ അവയിൽ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ അവന്റെ സ്രവത്തിൽ പ്രായശ്ചിത്തം കഴിക്കണം. ഒരുത്തൻ ബീജം പോയാൽ അവൻ തന്റെ ദേഹം മുഴുവനും വെള്ളത്തിൽ കഴുകുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. ബീജം വീണ സകല വസ്ത്രവും എല്ലാ തോലും വെള്ളത്തിൽ കഴുകുകയും അതു സന്ധ്യ വരെ അശുദ്ധമായിരിക്കുകയും വേണം. പുരുഷനും സ്ത്രീയും തമ്മിൽ ബീജസങ്കലത്തോടു കൂടി ക്ഷയിച്ചാൽ ഇരുവരും വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. ഒരു സ്ത്രീക്കു സ്രവമുണ്ടായി അവളുടെ അംഗസ്രവം രക്തമായിരുന്നാൽ അവൾ 7 ദിവസം അശുദ്ധിയായിരിക്കണം. അവളെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവളുടെ അശുദ്ധിയിൽ അവൾ ഏതിന്മേലെങ്കിലും കിടന്നാൽ അതൊക്കെയും അശുദ്ധമായിരിക്കും. അവൾ ഏതിന്മേലെങ്കിലും ഇരുന്നാൽ അതൊക്കെയും അശുദ്ധമായിരിക്കണം. അവളുടെ കിടക്ക തൊടുന്നവനെല്ലാം വസ്ത്രം അലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. അവൾ ഇരുന്ന ഏതൊരു സാധനവും തൊടുന്നവനെല്ലാം വസ്ത്രം അലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. അവളുടെ കിടക്കയിന്മേലോ അവൾ ഇരുന്നതിന്മേലോ ഉള്ള ഏതൊന്നിനെങ്കിലും തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ഒരുത്തൻ അവളോട് കൂടി ക്ഷയിക്കുകയും അവളുടെ അശുദ്ധി അവന്മേൽ ആകുകയും ചെയ്താൽ അവൻ 7 ദിവസം അശുദ്ധനായിരിക്കണം. അവൻ കിടക്കുന്ന കിടക്കയൊക്കെയും അശുദ്ധമാകും. ഒരു സ്ത്രീക്ക് ഋതുകാലമല്ലാതെ രക്തസ്രവം ഏറിയ ദിവസം ഉണ്ടാകുകയോ ഋതുകാലം കവിഞ്ഞ് സ്രവിക്കുകയോ ചെയ്താൽ അവളുടെ അശുദ്ധിയുടെ സ്രവക്കാലമൊക്കെയും ഋതുകാലം പോലെ ഇരിക്കണം. അവൾ അശുദ്ധമായിരിക്കണം. രക്തസ്രവമുള്ള കാലത്തെല്ലാം അവൾ കിടക്കുന്ന കിടക്കയൊക്കെയും ഋതുകാലത്തിലെ കിടക്ക പോലെ ഇരിക്കണം. അവൾ ഇരിക്കുന്ന സാധനമൊക്കെയും ഋതുകാലത്തിലെ അശുദ്ധി പോലെ അശുദ്ധമായിരിക്കണം. അവ തൊടുന്നവനെയെല്ലാം അശുദ്ധമാകും. അവൻ വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. രക്തസ്രവം മാറി ശുദ്ധിയുള്ളവളായാൽ അവൾ 7 ദിവസം എണ്ണിക്കൊള്ളണം. അതിൻ്റെ ശേഷം അവൾ ശുദ്ധിയുള്ളവളാകും. 8-ാം ദിവസം അവൾ
2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ എടുത്ത് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം. പുരോഹിതൻ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവൾക്കു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ അവളുടെ അശുദ്ധിയുടെ രക്തസ്രവം നിമിത്തം പ്രായശ്ചിത്തം കഴിക്കണം. ഇസ്രായേൽ മക്കളുടെ നടുവിലുള്ള എന്റെ നിവാസം അവർ അശുദ്ധമാക്കിയിട്ട് തങ്ങളുടെ അശുദ്ധികളിൽ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ അവരുടെ അശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ അവരെ പ്രബോധിപ്പിക്കണം. ഇത് സ്രവക്കാരനും ബീജസങ്കലനത്താൽ അശുദ്ധമായവനും ഋതു സംബന്ധമായവനും ദീനമുള്ളവൾക്കും സ്രവമുള്ള പുരുഷനും സ്ത്രീക്കും അശുദ്ധിയോടെ കൂടി ചെയ്യിക്കുന്നവനുമുള്ള പ്രമാണം.